എന്താണ് മാഷി പറയണത്? സർക്കാർ പറയണ എല്ലാ കാര്യവും നമുക്ക് അനുസരിക്കാൻ പറ്റുമോ? ഇപ്പം തന്നെ ഇന്ന് കരുതിനോടെന്ന് ഞാൻ 2 മണിക്കൂർ മുമ്പ് അറിയണ. എനിക്ക് എൻ്റെ സംഘടന പറയണ കാര്യം അനുസരിക്കണ്ടേ? പണ്ടൊക്കെ സ്കൂളിൽ വന്ന് ഇരിക്കാൻ നേരം ഉണ്ടായി. ഇപ്പം അത് മാത്രമാണോ? റേഷൻ കടയിൽ അരി അളക്കാൻ പോകണം, ആരെങ്കിലും വയറിളകി കിടന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. ജോലി ഭാരം കൂടുതലാണെന്നേ. മാഷന്മാരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇട്ട് പീഡിപ്പിച്ചിട്ട് എന്താ കാര്യം? ആ ഞാൻ വിളിക്കാം കേട്ടാ. ഞാൻ ഇവിടെ ക്ലാസ് ഉണ്ട്, ഞാൻ വിളിക്കാം അങ്ങോട്ട്. എന്താ വൈകിയ ടീച്ചറെ? ബസ് കിട്ടാൻ വൈകിയെന്നേ. ഇതെന്താണ് ഈ ചെറുക്കന്മാരൊന്ന് കാണിക്കണത്? അതെ, എന്തേലും കാണിച്ചോട്ടെ, നമുക്കിടന്നൊന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ പോണില്ല. ഇനിയിപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് ഇത് ഏതെങ്കിലും ഒരെണ്ണം പഠിത്തം നിർത്തി പോയാ ഇവിടെ പിള്ളേരെ എണ്ണം കൊണ്ടാ ആദ്യം പോണത് എന്റെ ജോലിയല്ലേ. ഇനി മണ്ടു ടീച്ചർ സീനിയർ ആയാൽ പോലും അതിലൊന്നും ഇടപെടാൻ നിൽക്കണ്ട. ഇവന്മാരെങ്ങാനും പോയി വല്ല PTA-നോട് പറഞ്ഞാൽ പിന്നെ നമ്മളതിന് സമാധാനം പറയാൻ നിൽക്കണം. എന്ത് കാര്യത്തിനാണ്? നമ്മളെ കൊണ്ട് മാച്ചാണല്ലോ. സാറേ, ഇവന്റെ കണ്ണില് സാനിറ്റൈസർ ഒഴിച്ചു. സാനിറ്റൈസർ ഇവന്റെ കണ്ണിൽ ഒഴിച്ചു. എന്തിനാണ് അവന്റെ കണ്ണിൽ സാനിറ്റൈസർ ഒഴിച്ചത്? നീയാണോ ഒഴിച്ചത്? അല്ലേ? അവൻ ഒഴിച്ചില്ലെന്നല്ല പറയണ. അല്ല സാറേ, അവൻ ഒഴിച്ചു. നീ ഏതാണ്? ഞാൻ സാറിന്റെ ക്ലാസ്സിലെ. ആ മാസ്ക് മാറ്റിയേ. വിഷ്ണു. രണ്ട് നിന്റെ കണ്ണിന് കുഴപ്പമൊന്നുമില്ലല്ലോ. കഴുകി കഴിഞ്ഞാ പിന്നെ എന്തിനാടാ പരാതി പറയാൻ വന്നത്? നീ എന്തിനാ സാനിറ്റൈസർ ഒഴിക്കാൻ പോയത്? നിന്റെ മാസ്ക് മാറ്റിയടാ. അത് തന്നെ, നിന്നെ ഇന്നലെ ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ കൊണ്ടിരുത്തിയതല്ലേ നിന്റെ കുറുമ്പ് കൂടിയിട്ട്? ആണാ? വീട്ടിൽ നിന്ന് ആളെ വിളിപ്പിക്കണോ? ഇനി ചെയ്യോ? നീ മാസ്ക് കയറ്റിയേക്കടാ. അല്ല, നിന്റെ മാസ്ക് എവിടെ? അയ്യോ സാറേ, പോക്കറ്റിലാണ്. എടാ, പോക്കറ്റിലിട്ടിട്ട് പാന്റിന് കൊറോണ വരാതിരിക്കാനാണ്. നിന്റെ മുഖത്തല്ലേ മാസ്ക് വെക്കേണ്ടത്? വെച്ചേക്കാം സാറേ. എടുത്ത് വെക്കടാ. വെച്ചേക്കാം സാറേ. എന്നാ ഇവിടെ ഒന്ന് കിണിക്കണവനൊക്കെ. ഇവിടെ എന്ത് നോക്കിക്കണം പോണേ ക്ലാസ്സില്? ഈ പറയണ ആളുടെ മാസ്ക് എവിടെ? അയ്യോ, എന്റെ പോക്കറ്റിലിട്ടേക്ക്. പാന്റിന് കൊറോണ വരാതിരിക്കാനാണല്ലേ? അവരോട് അങ്ങനെയൊക്കെ പറയാം. ഓ സർ, നമ്മുടെ സ്കൂളിലുള്ള എല്ലാ അധ്യാപകരും വാക്സിൻ എടുത്തിട്ടുണ്ട്. 100%. ഞാൻ എല്ലാവരുടെയും കോപ്പി എടുത്തിട്ട് ഞാൻ മെയിൽ ചെയ്യാം. ഓ ആയിക്കോട്ടെ സാർ. ശരി. ഹലോ. ശീതൾ മാഷേ, അതെ, വേറൊരു വിഷയമുണ്ട്. ഈ DE ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നല്ലോ. എന്താ ചെയ്യാ? അല്ല, വാക്സിൻ എടുത്തിട്ടുണ്ടോയെന്ന് ചോദിച്ചിട്ടേ. ഞാനും മാഷുമാണ് ഇപ്പോൾ എടുക്കാൻ ബാക്കി. അതിപ്പോൾ ഇന്നോ നാളായിട്ട് എടുക്കണത്. ഇല്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടാ. അപ്പം ശരി. നമസ്കാരം. നമസ്കാരം. ഓർമ്മയുണ്ടോ അഡ്മിഷൻ ഈ മുഖം? പിന്നെന്താ, വരൂ, ഇരിക്കൂ. നല്ല കസേര. ഞാൻ PTA പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പണിഞ്ഞിട്ട കസേരയാണ്. അതുകൊണ്ട് ഇന്ന് ഇരിക്കാൻ പറ്റി. അതെ. എന്താണാവോ? ഈ സ്കൂളില് ഏറ്റവും കൂടുതൽ തവണ PTA പ്രസിഡന്റ് ആയിട്ടിരുന്നിട്ടുള്ള ആളാണ് ഞാൻ മന്മഥൻ. എനിക്കറിയാലോ. ഞാൻ PTA പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് കുട്ടികൾക്ക് 4 ഇനം കറികൾ കൂട്ടിയാണ് ഉച്ചഭക്ഷണം കൊടുത്തിരുന്നത്. 4 ഇനം. ചില ദിവസങ്ങളിൽ പായസവും കൊടുത്തിരുന്നു. അട, സയമിയ, അങ്ങനെ പലതും മാറി മാറി കൊടുത്തിരുന്നു. എന്നിട്ടും പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നിങ്ങളെ മാറ്റിക്കളഞ്ഞല്ലോ ആളുകൾ. എന്റെ പക്ഷേ നിങ്ങൾ ഈ എഴുതാപ്പുറം വായിക്കില്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ? അതിന് സത്യസന്ധമായി നടന്ന എന്താ അറിയാം? ഇപ്പോഴത്തെ PTA പ്രസിഡന്റായ മൊയ്തുല്ലേ, അയാൾ ഇവിടുത്തെ സ്കൂളിലെ സകല കുട്ടികളുടെ രക്ഷകർത്താക്കൾക്കും ഇവിടുത്തെ അധ്യാപകർക്കും ബിരിയാണി മേടിച്ചു കൊടുത്ത് ഞാൻ അറിഞ്ഞു. അപ്പൊ ഒരു ബിരിയാണിയുടെ വില പോലും നിങ്ങൾക്ക് ഇല്ലേ ആളുകളുടെ ഇടയിൽ? പക്ഷേ നമ്മളെല്ലാം ജീവിക്കണ എന്തിനാ? തിന്നാൻ വേണ്ടിയിട്ടാണ്. ഒരു നേരത്തെ ഭക്ഷണമാണ്, അത് നമുക്ക് വലുത് തന്നെയാണ്. ഇവിടെ പറഞ്ഞ കുട്ടികൾ എന്തിനാ പറഞ്ഞത്? ഉച്ചഭക്ഷണം പ്രതീക്ഷിച്ച് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട്.
അങ്ങനെ വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ എന്താണ് ഇന്നലെ ഇവിടെ കൊടുത്തതെന്ന് എനിക്കറിയണം. ഉച്ചഭക്ഷണത്തിൽ എന്താ സാധാരണ കൊടുക്കുക? അത് ഇവിടുന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്? ചോറും സാമ്പാറും. ചോറും സാമ്പാറും അല്ലാതെ പിന്നെ എന്താ കൊടുക്കേണ്ടത്? നിങ്ങളൊന്ന് പറഞ്ഞേ. എനിക്കറിയേണ്ടത് നിങ്ങൾ ഇന്നലെ കൊടുത്ത സാമ്പാറിനെ കുറിച്ചാണ്. സാമ്പാറിനെ കുറിച്ച് എന്താ? സാമ്പാറിൽ നിങ്ങൾ എന്ത് സാമ്പാറാണ് കൊടുത്തത്? ഇന്നലെ കൊടുത്ത സാമ്പാറിൽ ഒരു കഷ്ണം ഉരുളക്കിഴങ്ങുണ്ട്, ഒരു കഷ്ണം തക്കാളിയുണ്ട്, ഒരു മുരിങ്ങയ്ക്കലുണ്ടോ, ഒരു കഷ്ണം വെള്ളരിക്കയുണ്ടോ, കത്തിരിക്കയുണ്ടോ, പടവലങ്ങയുണ്ടോ, ഒരു പുണ്ണാക്കുമില്ല. ഇത് കുറെ പരിപ്പങ്ങോട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് പിള്ളേർക്ക് പശുവിന് കാടി കൊടുക്കും പോലെ കൊടുത്താൽ അത് സാമ്പാറാവോ സാറേ? ഇവിടെ കൊടുക്കാൻ പറ്റുന്നതിന് മാക്സിമം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇത്രയൊക്കെ തന്നെ ഇവിടെ ചെയ്യാൻ പറ്റൂ. പിന്നെ നിങ്ങൾക്ക് അറിയാമോ, കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ അധ്യാപകർക്കുള്ളത്. 2016 സർക്കാർ ഉച്ചഭക്ഷണത്തിന് തന്നുകൊണ്ടിരുന്ന അതേ ഫണ്ട് തന്നെയാണ് ഈ 2021 തന്നുകൊണ്ടിരിക്കുന്നത്. അത് വെച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്രയൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റൂ. എൻ്റെ ഹെഡ്മാഷെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കുട്ടികളുണ്ടെങ്കിലേ സ്കൂൾ ഉണ്ടാവുള്ളൂ, സ്കൂൾ ഉണ്ടെങ്കിലേ അധ്യാപകരുണ്ടാവുള്ളൂ, അധ്യാപകരുണ്ടെങ്കിലേ അവർക്ക് ശമ്പളവും ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങളൊക്കെ കഞ്ഞുകൂടി മുട്ടും. ഈ രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ശക്തമായ പ്രതിഷേധമായിട്ട് ഞാൻ ഇറങ്ങും. നിങ്ങൾ എന്ത് ചെയ്യുന്ന ഈ പറയുന്നത്? ഞാൻ പലതും ചെയ്യും. എന്നാ ആ പലതും ചെയ്യുന്ന കൂട്ടത്തില് നിങ്ങൾ എൻ്റെ ഈ ജോലി കൂടെ ഒന്ന് കളഞ്ഞു തരൂ. കളഞ്ഞു തരൂ എന്നാ വലിയ ആശ്വാസമാവും എനിക്ക്. കാരണം ഈ കസേലയിൽ ഇരുന്നുകൊണ്ട് വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ വയ്യ. 100 കൂട്ടം ജോലികളായിരിക്കും. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരുത്തം വലിഞ്ഞു കയറി വന്ന് അവന് വായിൽ തോന്നുന്നത് മുഴുവൻ അവൻ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അത് മുഴുവൻ ഞാൻ കേൾക്കണം. കാരണം ഞാൻ ഹെഡ്മാഷായി പോയല്ലോ. ചെവിക്കലിൽ നോക്കി ഒരൊറ്റ പട കൊടുക്കാൻ വേണ്ടി തോന്നി. പക്ഷെ ചെയ്യാൻ പറ്റില്ല, ഹെഡ്മാഷായി പോയില്ലേ. ഇനി റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 വർഷം കൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ വഴിയിൽ നിന്ന് പിടിക്കും. 3-4 എണ്ണം ഉണ്ട്. എല്ലാം ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. ഹെഡ്മാഷെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. സാറേ, സാറ് എന്തിരി പണിയിരിക്കണത്? എന്താ? കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ? എന്താ ഉച്ചക്കഞ്ഞി ഞാൻ വന്ന് വിളമ്പണോ? എന്താ കാര്യം? എന്താ വല്ല ഭക്ഷണത്തിന് വല്ല പച്ചക്കറി വല്ലതും വേണോ? പച്ചക്കറി ഇല്ലേ? എന്നോടാണ് ചോദിക്കണം. പച്ചക്കറി അവിടെ ഇല്ലാന്ന്. അപ്പൊ പച്ചക്കറി ഒരാഴ്ചക്കുള്ളത് വാങ്ങിയിട്ടുണ്ടല്ലോ. അത് കഴിഞ്ഞ ആഴ്ച തന്നെ തീർന്നില്ലേ? അതെ, ഇന്നത്തെ ദിവസം എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചോറും സാമ്പാറും തന്നെ കൊടുക്ക്. എന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ സാറ് ഈ പറഞ്ഞത്? എന്നൊരു കാര്യം ചെയ്യാം, കഞ്ഞി അങ്ങോട്ട് വെച്ച് കൊടുത്താലാ? കഞ്ഞിയോ? കഞ്ഞിയൊന്നും പറ്റില്ല, ചോറ് സാമ്പാറും തന്നെ വേണം. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ശർക്കരയും കൂടി ഇട്ട് അത് പായസമാക്കിയാണ് വിളമ്പി കൊടുത്താലോ? ഉമേഷേട്ടാ, ഇതൊന്നും പുറത്ത് പറയരുത്. ഇതൊക്കെ ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയാവും. പുറത്തല്ലല്ലോ പറഞ്ഞു, സാറിനോടല്ലേ പറഞ്ഞു? എന്നോടാ പറഞ്ഞിട്ട്. അതൊന്നും വേണ്ട. എന്നൊരു കാര്യം ചെയ്യ്, ചോറ് സാമ്പാറും തന്നെ കൊടുക്ക് കേട്ടാ. അതിന് സാധനം വേണ്ടേ? പച്ചക്കറി വേണ്ടേ? എങ്ങനെയെങ്കിലും അവിടുന്ന് വല്ല കപ്പളങ്ങ എന്തെങ്കിലുമൊക്കെ പൊട്ടിച്ചു കൊടുക്കാൻ. പച്ചക്കറി കൊണ്ട് തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പണി നോക്കി പോവും. പിള്ളേർ എന്നെ പിടിച്ച് മാന്തു. അല്ലെങ്കിൽ അതെ എൻ്റെ സുമേഷേട്ടാ, നിങ്ങളിങ്ങനെ പോകുന്നൊന്നും ഭീഷണിപ്പെടുത്തരുത്. കാരണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പണിയും കൂടെ ഞാൻ ചെയ്യേണ്ടി വരും. അതാണ് കേട്ടാ. അപ്പൊ ചെല്ല് ചെല്ല്. ഞാൻ പോവുകയാണ്. പച്ചക്കറി മേടിച്ചോണ്ട് തരണം. വലിയ പണി നടക്കൂല, വലിയ പണി വേറെ ആയിരിക്കും. ഹലോ, ശീതൾ മാഷേ, എവിടെ എത്തി? അവിടെ നിന്നോ. നമ്മുടെ PTA പ്രസിഡന്റ് മൊയ്തുല്ലേ, മൊയ്തുവിനെ കൂടെ ഒന്ന് വിളിക്ക്. ഞാൻ അങ്ങോട്ട് വരാം.